Neyarmala Road, Kattapana. Phone 89212-28651. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉയിർത്തെഴുന്നേൽപ്പിന്റെ സ്മരണ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ മതവിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിച്ചു. ലഹരിയുടെ വ്യാപനം സമാധാനം തകർക്കുന്നുവെന്ന് ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ. ദൈവാശ്രയ ബോധം വളർത്തണമെന്നും ഈസ്റ്റർ ദിന സന്ദേശം. ഈസ്റ്റർ ദിനത്തിൽ പട്ടിണി കഞ്ഞി വെച്ച് പോപ്സ് എസ്റ്റേറ്റ് ഗ്രാമ്പിയിലെ തൊഴിലാളികൾ. വിശദമായ വാർത്തയിലേക്ക്. ഉയിർത്തെഴുന്നേൽപ്പിന്റെ സ്മരണ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ മതവിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിച്ചു. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാരണത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഉയർപ്പ് തിരുനാളെന്ന ഈസ്റ്റർ. ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് ശേഷം വരുന്ന ഞായറാഴ്ചയാണ് ഈസ്റ്റർ ആചരിക്കുന്നത്. ഭൂരിപക്ഷം ക്രിസ്തുമത വിശ്വാസികളും ഈ ദിവസം സുപ്രധാന പുണ്യദിനമായി ആഘോഷിക്കുന്നു. തിന്മയുടെയും അസത്യത്തിന്റെയും ജയം താൽക്കാലികമാണെന്നും ഭൂരിപക്ഷത്തോടൊപ്പം വളഞ്ഞ വഴികൾ തേടാതെ കഷ്ടങ്ങൾ സഹിച്ചും സത്യത്തിനു വേണ്ടി നിലനിൽക്കണമെന്നുമാണ് ഈസ്റ്റർ നൽകുന്ന സന്ദേശം. ആദ്യ നൂറ്റാണ്ടിൽ റോമിലെ ക്രിസ്ത്യാനികൾ ഈസ്റ്റർ ദിനത്തെ വിളിച്ചിരുന്നത് ആനന്ദത്തിന്റെ ഞായർ എന്നായിരുന്നു. ക്രൈസ്തവ വിശ്വാസത്തിന്റെ കേന്ദ്രമർമ്മമായ പുനരുദ്ധാനത്തെ അനുസ്മരിക്കുന്ന ഈ ദിവസത്തിൽ ആദിമ പൗരസ്ത്യ സഭകളിലെ വിശ്വാസികൾ പരസ്പരം ഉപചാരം കൈമാറിയിരുന്നത് ഒരു വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയാണ്. ക്രിസ്തു ഉയിർത്തെഴുന്നേറ്റു എന്നൊരാൾ പറയുമ്പോൾ സത്യം സത്യമായി അവിടുന്ന് ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് മറ്റേയാൾ പ്രതിവചിക്കുമായിരുന്നത്രേ. ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽ പാസ്ക എന്ന പേരിൽ ഈസ്റ്റർ ആചരിച്ചിരുന്നു. പിന്നീട് ക്രിസ്തുമതം അവിടെ പ്രചരിച്ചപ്പോൾ ഈസ്റ്റർ മാസത്തിൽ തന്നെ ആചരിച്ചിരുന്ന ക്രിസ്തുവിൻ്റെ പുനരുദ്ധാര പെരുന്നാളിനെ ഈസ്റ്റർ എന്ന് വിളിച്ചു തുടങ്ങുകയും പിന്നീടത് സാർവത്രിക പ്രചാരം നേടുകയും ചെയ്തു. സുറിയാനി പാരമ്പര്യത്തിലുള്ള സഭകൾക്കിടയിൽ ഇപ്പോഴും ഈസ്റ്ററിനെ ഉയിർപ്പ് പെരുന്നാൾ എന്നർത്ഥമുള്ള ക്രിപ്ത പെരുന്നാൾ എന്ന് വിളിക്കുന്ന പഴയ പതിവും നിലനിൽക്കുന്നു. സിറ്റി വിഷൻ, രാജാക്കാട്. ലഹരി നാടിന്റെ സമാധാനം തകർക്കുന്നു. മാർ ജോൺ നെല്ലിക്കുന്നേൽ. ലഹരിയുടെ വ്യാപനം നാട്ടിൽ സമാധാനം തകർക്കുന്നുവെന്ന് ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ. തോപ്രാംകുടി സെന്റ് മരിയ ഗുരുവത്തി പള്ളിയിലെ ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈസ്റ്റർ പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും തിരുനാളാണ്. ഉത്ഥാനം ചെയ്ത ക്രിസ്തു എല്ലാവർക്കും സമാധാനമാണ് ആശംസിച്ചത്. എങ്ങും അസമാധാനം വർദ്ധിക്കുന്ന വാർത്തകളാണ് ഇന്ന് പുറത്തു വരുന്നത്. ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്ന അസമാധാനത്തിന്റെ പ്രധാന കാരണം ലഹരിയാണ്. അതിന്റെ ഉപയോഗവും വിപണനവും ക്രമാനുഗതമായി വർദ്ധിച്ചു. ഭാവിയുടെ പ്രതീക്ഷയായ യുവജനങ്ങളും കൗമാരക്കാരും ഇതിന്റെ ഭാഗമാകുന്നു.
കുടുംബങ്ങളിലും സമൂഹത്തിലുമെല്ലാം ഇത് കലഹവും അസമാധാനവും സൃഷ്ടിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ സമാധാനവും പ്രത്യാശയും പ്രദാനം ചെയ്യുന്ന ദൈവത്തിൽ നിന്നും അകലുന്നവരാണ് ഇത്തരത്തിൽ അസമാധാനത്തിൻ്റെ വാഹകരായി മാറുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദൈവവിചാരവും ദൈവാശ്രയബോധവും വളർത്താൻ ഏവരും ശ്രമിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈസ്റ്റർ തിരുകർമ്മങ്ങൾക്ക് ശേഷം ഇടുക്കി രൂപത ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ബിഷപ്പ് പതാക ഉയർത്തി. ഫാദർ ജോസഫ് തച്ചുകുന്നേൽ, ഫാദർ മാത്യു പുതുപ്പറമ്പിൽ, ഫാദർ അമൽ മണിമലക്കുന്നേൽ, ഫാദർ അമൽ താണോലിൽ, ഫാദർ പ്രിൻസ് പുളിയാങ്കൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. നൂറുകണക്കിന് വിശ്വാസികൾ തിരുകർമ്മങ്ങളിൽ പങ്കെടുത്തു. രൂപതയിലെ എല്ലാ പള്ളികളിലും വിപുലമായ ആഘോഷങ്ങളും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. സിറ്റി വിഷൻ, രാജാക്കാട്. ഈസ്റ്റർ ദിനത്തിൽ പട്ടിണിക്കഞ്ഞി വെച്ച് എസ്റ്റേറ്റ് തൊഴിലാളികൾ. പോപ്സ് എസ്റ്റേറ്റ് ഗ്രാമ്പിയിലെ തൊഴിലാളികൾ INTUCയുടെ നേതൃത്വത്തിൽ കഞ്ഞിവെച്ച് പട്ടിണി സമരം സംഘടിപ്പിച്ചു. 5 മാസമായി ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് സംഘടിപ്പിച്ച പട്ടിണി സമരം DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് ഉദ്ഘാടനം ചെയ്തു. പീരുമേട് താലൂക്കിലെ പോപ്സ് എസ്റ്റേറ്റ് വക വിവിധ ഡിവിഷനുകളിലെ തൊഴിലാളികൾക്ക് തങ്ങളുടെ ജീവിതമാർഗമായ തൊഴിൽ മേഖലയിൽ നിന്നും ശമ്പളം ലഭിച്ചിട്ട് 5 മാസം പിന്നിടുകയാണ്. 1 മാസം കൂടി പിന്നിടുമ്പോൾ വറുതിയിലെ അരവർഷമാണ് കടന്നു വരുവാനിരിക്കുന്നത്. വിഷുവിനെങ്കിലും തങ്ങൾക്ക് ശമ്പളം ലഭിക്കുമെന്ന് കരുതിയ തൊഴിലാളികളെ ഈസ്റ്റർ ദിനത്തിൽ കൂടി എസ്റ്റേറ്റ് മാനേജ്മെൻറ്റ് പട്ടിണിയിലാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലായിരുന്നു INTUCയുടെ നേതൃത്വത്തിൽ പോപ്സ് എസ്റ്റേറ്റ് വക വണ്ടിപ്പെരിയാർ ഗ്രാമ്പി എസ്റ്റേറ്റിലെ തൊഴിലാളികൾ പട്ടിണി സമരം സംഘടിപ്പിച്ചത്. പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രേംകുമാർ അധ്യക്ഷനായിരുന്നു. INTUC പീരുമേട് റീജിയണൽ പ്രസിഡന്റിന്റെ KA സിദ്ദിഖ്, DCC ജനറൽ സെക്രട്ടറി ഷാജി വൈനാടത്ത് കഞ്ഞിവെച്ച് പട്ടിണി സമരം ഉദ്ഘാടനം ചെയ്തു. ഇത് വിചിത്രമായ ഒരു സമരമാണ്. കാരണം ഒരു തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് ആ തോട്ടത്തിലെ തൊഴിലാളികൾ മാസങ്ങളായിട്ട് ആനുകൂല്യം കിട്ടാതെ ഈ തെരുവിൽ വന്ന് നല്ലൊരു ദിവസമായി ഇന്ന് കഞ്ഞി വെച്ച് പ്രതിഷേധിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മളിവിടെ എത്തിച്ചത് പോപ്സ് മാനേജ്മെന്റും കേരളം ഭരിക്കുന്ന സർക്കാരുമാണ്. ഇവിടെ കഴിഞ്ഞ 14-ാം തീയതി വിഷുവായിരുന്നു. ലോക മലയാളികളെല്ലാം വിഷു ആഘോഷിച്ച്, കേരളത്തിൽ വിഷു ആഘോഷിച്ച്, വണ്ടിപ്പെരിയാറ്റിൽ വിഷു ആഘോഷിച്ച്. പക്ഷേ പോപ്സ് തോട്ടത്തിൽ ജോലിയെടുക്കുന്ന തൊഴിലാളികൾക്ക് അന്നും വിഷു ഇല്ലായിരുന്നു. കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊഴുവൻമാക്കൽ, ബ്ലോക്ക് ഭാരവാഹി നജീബ് തേക്കിൻകാട്ടിൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാരി ബിനു ശങ്കർ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അലൈസ് വാരിക്കാട്ട്, കോൺഗ്രസ് വാർഡ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് തൊഴിലാളികൾക്ക് കഞ്ഞി വിളമ്പി സമരം അവസാനിപ്പിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. അവധി ആഘോഷിക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ തിരക്ക്. ഈസ്റ്റർ ദിനത്തിൽ സഞ്ചാരികളാൽ നിറഞ്ഞ വാഗമൺ. വാഗമണ്ണിലേക്ക് വിനോദസഞ്ചാരികളുടെ പ്രവാഹം. അവധി ആഘോഷിക്കാനായി സ്വദേശികളും വിദേശികളും അടക്കം ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഈസ്റ്റർ ദിനത്തിൽ വാഗമണ്ണിലേക്ക് എത്തിയത്. ഗ്ലാസ് ബ്രിഡ്ജ് അഡ്വഞ്ചർ പാർക്കിംഗ്, നിരവധിയായ സാഹസിക ഇനങ്ങൾ എന്നിങ്ങനെ സഞ്ചാരികളെ ആകർഷിക്കുന്ന വിവിധ പരിപാടികളാണ് വാഗമണ്ണിൽ സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. നിരവധി ആളുകളാണ് ദിവസേന വാഗമണ്ണിന്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാൻ എത്തുന്നത്. പ്രധാനമായിട്ടും സാഹസികത ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്കിവിടെ ലഭ്യമാണ്. സിപ്പ് ലൈന്, സ്കൈ സൈക്കിള്, റോക്കറ്റ് ഇജക്ടർ, അതുപോലെ ജയന്റ് സ്വിങ്, ഗ്ലാസ് ബ്രിഡ്ജ്, പിന്നെ 3D മൂവി, ഡോം തിയേറ്റർ, വെർച്വൽ റിയാലിറ്റി, അങ്ങനെ സാഹസികതയും ഉല്ലാസവും ഇഷ്ടപ്പെടുന്നവർക്കുള്ള എല്ലാം ഇതിനുള്ളിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. വേനൽ മഴയെ തുടർന്ന് പച്ചപ്പായ മൊട്ടക്കുന്നുകളും പൈൻമരക്കാടുകളും സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നു. പച്ചപ്പ് നിറഞ്ഞ മൊട്ടക്കുന്നുകളും കോടമഞ്ഞ് തഴുകി വരുന്ന മലനിരകളും താഴ്വാരങ്ങളും കണ്ടാസ്വദിക്കുവാൻ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് കേരളത്തിന് അകത്തുനിന്നും പുറത്തുനിന്നുമായി എത്തിയിരിക്കുന്നത്. സഞ്ചാരികളുടെ തിരക്കേറുമ്പോൾ വാഗമണ്ണ് ടൗണിൽ ഗതാഗതക്കുരുക്കും അനുഭവപ്പെടുന്നത് വിനോദസഞ്ചാരികൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. സിറ്റി വിഷൻ, ഉപ്പുതറ. തുടർച്ചയായി അവധി ദിവസങ്ങൾ എത്തിയതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനവ്. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ പതിവ് പോലെ ഗതാഗതക്കുരുക്കും രൂക്ഷമായി. മൂന്നാർ മറയൂർ റോഡിലും ആനച്ചാൽ മൂന്നാർ റോഡിലും മൂന്നാർ ടൗണിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. വർഷങ്ങൾ പലത് പിന്നിട്ടിട്ടും തിരക്കേറുന്ന ദിവസങ്ങളിൽ മൂന്നാർ ടൗണിലുണ്ടാകുന്ന ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമില്ല. ടൗണിൽ കുരുക്ക് മുറുകുകയും കാൽനടയാത്രയും വാഹനയാത്രയും ഒരേപോലെ പ്രയാസമാവുകയും ചെയ്യുന്ന കാഴ്ച ഇപ്പോഴും ആവർത്തിക്കപ്പെടുന്നു.
മധ്യവേനൽ അവധി ആരംഭിക്കുകയും തുടർച്ചയായി അവധി ദിവസങ്ങൾ എത്തുകയും ചെയ്തതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ വരവ് വലിയ തോതിൽ വർദ്ധിച്ചു. ഇരവികുളം ദേശീയോദ്യാനത്തിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വട്ടവട, മറയൂർ എന്നിവിടങ്ങളിലേക്കും മാട്ടുപ്പെട്ടി അടക്കമുള്ള ബോട്ടിംഗ് സെന്ററുകളിലേക്കും സഞ്ചാരികൾ വലിയ തോതിൽ എത്തുന്നുണ്ട്. എന്നാൽ തിരക്കേറുന്നതോടെ മൂന്നാർ ടൗണിലും മൂന്നാർ മറയൂർ റോഡിലും മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലും ആനച്ചാൽ മൂന്നാർ റോഡിലുമുണ്ടാകുന്ന തിരക്കാണ് പതിവ് പോലെ ഇത്തവണയും സഞ്ചാരികളെ വലയ്ക്കുന്നത്. ഗതാഗതക്കുരുക്കിലകപ്പെട്ട സഞ്ചാരികൾക്ക് ഉദ്ദേശിച്ച സമയത്ത് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ എത്തിച്ചേരാനും തിരികെ മടങ്ങാനും കഴിയാതെ വരുന്നതാണ് പ്രതിസന്ധിയാകുന്നത്. ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ ഇടയ്ക്കിടെ യോഗങ്ങൾ ചേരുകയും കുരുക്കഴിക്കാൻ പോകുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുകയുമൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നടപ്പിലാക്കുമെന്ന് പറയുന്ന ഗതാഗത പരിഷ്കരണം വേണ്ടവിധം നടപ്പിലാക്കാതെ വരുന്നതാണ് തിരക്കേറുന്ന ദിവസങ്ങളിൽ പ്രതിസന്ധി പിന്നെയും ആവർത്തിക്കപ്പെടാൻ കാരണമെന്ന ആക്ഷേപമുയരുന്നു. കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ഏതാനും ദിവസങ്ങൾ മാത്രം പിന്തുടരുകയും പിന്നെയെല്ലാം പഴയപടിയാവുകയും ചെയ്യുന്നതായാണ് ആരോപണം. വരും ദിവസങ്ങളിൽ മൂന്നാർ പുഷ്പമേള കൂടി ആരംഭിക്കുന്നതോടെ മൂന്നാറിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷ. തിരക്കേറുന്നതോടെ പതിവായി മൂന്നാർ ഗതാഗതക്കുരുക്കിൽ അമരുന്ന വിഷയത്തിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ മൂന്നാറിന്റെ വിനോദസഞ്ചാരത്തിനത് വലിയ തിരിച്ചടിയാകും. സിറ്റി വിഷൻ, മൂന്നാർ. രാജാക്കാട് ക്രിസ്തുരാജ ഫെറോന പള്ളിയിൽ ഉയിർപ്പിന്റെ തിരുക്കർമ്മങ്ങൾ നടത്തി. പ്രത്യാശയുടെ സന്ദേശവുമായി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി രാജാക്കാട് ക്രിസ്തുരാജ ഫെറോന പള്ളിയിൽ ശനിയാഴ്ച രാത്രി 10-ന് ഉയിർപ്പിന്റെ തിരുക്കർമ്മങ്ങൾ നടന്നു. വികാരി ഫാദർ മാത്യു കരോട്ട് കൊച്ചറക്കൽ, സഹവികാരി ഫാദർ സെബാസ്റ്റ്യൻ മച്ചുക്കാട്ട് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സൈമൺ പരുത്തിക്കാട്ടിൽ ഈസ്റ്റർ സന്ദേശം നൽകി. തുടർന്ന് ഉയിർപ്പ് പ്രദക്ഷിണവും ഈസ്റ്റർ മുട്ട വിതരണവും നടത്തി. നിരവധി വിശ്വാസികൾ ഈസ്റ്റർ കുർബാനയിൽ പങ്കെടുത്തു. യേശുവിന്റെ പീഡാനുഭവ സ്മരണ പുതുക്കിക്കൊണ്ട് 10-ാം വർഷവും മരക്കുരിശുമായി മലയാറ്റൂർ കുരിശുമല കയറി രാജാക്കാട് ക്രിസ്തുരാജ ഫെറോന പള്ളിയിലെ യുവജനങ്ങൾ. പെസഹ വ്യാഴാഴ്ച വൈകിട്ട് രാജാക്കാട് ക്രിസ്തുരാജ ഫെറോന പള്ളി വികാരി ഫാദർ മാത്യു കരോട്ട് കൊച്ചിറക്കൽ പ്രാർത്ഥനകളോടെ സംഘം രാത്രിയോടെ രാജാക്കാട് നിന്നും പുറപ്പെട്ടു. ദുഃഖവെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെ പച്ചത്തടിയിൽ തീർത്ത 1000 കിലോയിലധികം ഭാരമേറിയ മരക്കുരിശുമായി മലയടിവാരത്തു നിന്നും പൊന്നും കുരിശു മുത്തപ്പനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥനകളോടെ യുവജനങ്ങൾ മല കയറി. 2 മണിക്കൂറോളം താഴെ സമയമെടുത്തുകൊണ്ട് പാറക്കെട്ടുകൾ നിറഞ്ഞ ദുർഘടപാതയിലൂടെ 14 പീഡാനുഭവ സ്ഥലങ്ങളിലൂടെ ഇവർ മല കയറി മുത്തപ്പന്റെ അരികിലെത്തി. ദുഃഖവെള്ളിയാഴ്ചയാണ് കൂടുതൽ ആളുകൾ മല കയറുന്നത്. സിറ്റി വിഷൻ, രാജാക്കാട്. ഇനിയൊരു ഇടവേള. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526 8606820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. Admission started. Montfort Valley School, Murikundoti. Registration for the academic year 2025-26. Classes pre-KG to 9th and +1. For more inquiries, contact the landline 04868 247 421. Mobile 9446966421. വീണ്ടും വാർത്തയിലേക്ക്. ഈസ്റ്റർ ദിനത്തോടനുബന്ധിച്ച് രാജഗിരി ക്രിസ്തുരാജ് ദേവാലയത്തിൽ ഉയിർപ്പ് ദിന ശുശ്രൂഷകൾ നടന്നു. വെളുപ്പിന് 3 മണിക്ക് ആരംഭിച്ച കുർബാനയിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഇടവക വികാരി റവറൻ ഫാദർ ജോഷി വാണിയപ്പുരയ്ക്കൽ കുർബാന അർപ്പിച്ചു. SMYM രാജഗിരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിശ്വാസികൾക്ക് ഈസ്റ്റർ മുട്ട വിതരണവും സംഘടിപ്പിച്ചു. പണിക്കൻകുടി സെന്റ് ജോൺ മരിയാവിയാനി പള്ളിയിൽ ഈസ്റ്റർ ആഘോഷങ്ങൾ നടന്നു. രാത്രിയിൽ നടന്ന ഈസ്റ്റർ ചടങ്ങുകളിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ബ്രദർ സ്റ്റാൻലി ഈസ്റ്റർ ദിന സന്ദേശം നൽകി. ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ വടക്കേൽ, സഹവികാരി ഫാദർ ജോയൽ വള്ളിക്കാട്ട് എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. അടിമാലി കല്ലാറിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ തുടർ ജോലികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു.
ഏതാനും മാസങ്ങൾക്ക് മുമ്പ് താഴത്തെ കല്ലാറിലാണ് കേന്ദ്രത്തിനായുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ജോലികൾക്ക് തുടക്കം കുറിച്ചത്. കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് സ്ട്രക്ചറൽ ജോലികൾ നടത്തിയിട്ടുണ്ട്. ശേഷിക്കുന്ന തുടർ ജോലികൾ കൂടി വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. 2018 പ്രളയത്തിൽ ബലക്ഷയം സംഭവിച്ചതിനെ തുടർന്നായിരുന്നു കല്ലാറിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. ദേശീയപാതയോരത്ത് താഴത്തെ കല്ലാറിലാണ് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 1,60,00,000 രൂപയും പള്ളിവാസൽ പഞ്ചായത്തിന്റെ 37 ലക്ഷം രൂപയും ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത്. ബലക്ഷയം എന്ന കെട്ടിടം പൊളിച്ചു നീക്കി മൺജോലികൾ നടത്തി കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തെ സ്ട്രക്ചർ ജോലികൾ പൂർത്തീകരിച്ചു. ശേഷിക്കുന്ന തുടർ ജോലികൾ കൂടി വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അതേസമയം കഴിഞ്ഞ മഴയിൽ നിർമ്മാണം നടന്നിരുന്ന ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി നിർമ്മാണം തടസ്സപ്പെട്ടിരുന്നതായും ഈ മണ്ണ് നീക്കി സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് പഞ്ചായത്ത് മുൻകൈയെടുത്തിട്ടുള്ളതായും പഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് കുമാർ പറഞ്ഞു. വൈകാതെ കെട്ടിടത്തിന്റെ നിർമ്മാണ പൂർത്തീകരണം സാധ്യമാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. 2018 ഉണ്ടായ പ്രളയത്തിൽ PHC കെട്ടിടം, നിലവിൽ അന്ന് ഉണ്ടായിരുന്ന PHC കെട്ടിടം അൺഫിറ്റായി തീരുമാനിക്കുകയും തുടർന്ന് ഒരു വാടക കെട്ടിടത്തിലാണ് ഈ PHCC ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം നിരന്തരമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് MLAയും എല്ലാം തന്നെ സഹായത്തോടുകൂടി, MLAയുടെ എല്ലാം തന്നെ സഹായത്തോടുകൂടി നിരന്തരമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ സംസ്ഥാന സർക്കാരിൻ്റെ NHM സ്റ്റേറ്റ് മിഷൻ 1,60,00,000 രൂപ അനുവദിക്കുകയും അതിനോടൊപ്പം അതിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും എല്ലാം തയ്യാറാക്കി വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചധികമായ തുക വേണ്ടി വരുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് 37 ലക്ഷം രൂപ ഫണ്ട് അതിനുവേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു. നിലവിൽ കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നത് ദേശീയപാതയോരത്ത് തന്നെയുള്ള പരിമിതമായ സൗകര്യങ്ങളുള്ള മറ്റൊരു കെട്ടിടത്തിലാണ്. തോട്ടം മേഖലയിൽ നിന്നുള്ള നിരവധി കുടുംബങ്ങളടക്കം ആശ്രയിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ് കല്ലാറിലെ കുടുംബാരോഗ്യ കേന്ദ്രം. ആദ്യം പ്രാഥമികാരോഗ്യ കേന്ദ്രമായിരുന്ന ചികിത്സാലയത്തെ പിന്നീട് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുകയായിരുന്നു. പുതിയ കെട്ടിടത്തിന്റെ ജോലികൾ പൂർത്തീകരിക്കപ്പെട്ടാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ അടിസ്ഥാന സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്താനാകും. സിറ്റി വിഷൻ, അടിമാലി. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്കേറിയതോടെ സാഹസിക യാത്ര നടത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ 8ലധികം സംഭവങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഗ്യാപ്പ് റോഡുകൾ ഉൾപ്പെടെ ദേശീയപാതയിലാണ് നിയമലംഘനങ്ങൾ ഏറെയും. ഇന്നലെയും ഗ്യാപ്പ് റോഡിൽ സാഹസിക യാത്ര തുടർന്നു. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഇതോടെ വാഹനങ്ങളിൽ സാഹസിക യാത്രയ്ക്ക് മുതിരുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ 8ലധികം സംഭവങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഗ്യാപ്പ് റോഡ് ഉൾപ്പെടുന്ന ദേശീയപാതയിലാണ് നിയമലംഘനങ്ങൾ ഏറെയും. ഇന്നലെയും ഗ്യാപ്പ് റോഡിൽ സാഹസിക യാത്ര നടന്നു. തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനത്തിലായിരുന്നു 2 യുവാക്കൾ അപകടകരമായി യാത്ര ചെയ്തത്. നാളുകൾക്ക് മുമ്പ് വരെ ഗ്യാപ്പ് റോഡിൽ വാഹനത്തിലുള്ള സാഹസിക യാത്ര ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. സമാന സംഭവങ്ങൾ വർദ്ധിച്ചതോടെ മോട്ടോർ വാഹന വകുപ്പും പോലീസും നടപടിയും പരിശോധനയും കടുപ്പിച്ചു. ഇതിനുശേഷം സാഹസിക യാത്രയ്ക്ക് മുതിരുന്നവരുടെ എണ്ണം കുറഞ്ഞിരുന്നു. വീണ്ടും സാഹസിക യാത്രയ്ക്ക് മുതിരുന്നവരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും നടപടി കടുപ്പിക്കണമെന്നും നിയമലംഘകരെ പിടികൂടണമെന്നുമുള്ള ആവശ്യം ശക്തമാകുകയാണ്. സിറ്റി വിഷൻ, മൂന്നാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ മതവിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിച്ചു. ലഹരിയുടെ വ്യാപനം സമാധാനം തകർക്കുന്നുവെന്ന് ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ. ദൈവാശ്രയ ബോധം വളർത്തണമെന്നും ഈസ്റ്റർ ദിന സന്ദേശം.
ഈസ്റ്റർ ദിനത്തിൽ പട്ടിണി കഞ്ഞി വെച്ച് പോപ്സ് എസ്റ്റേറ്റ് ഗ്രാമ്പിയിലെ തൊഴിലാളികൾ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം.